ആധുനിക ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളിലൊന്നാണ് അസ്വാൻ ഹൈ ഡാം. ഒരുപക്ഷെ ജമാൽ അബ്ദുൽ നാസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന. അതിനപ്പുറം സോവിയറ്റ് യൂണിയൻ്റെയും ഈജിപ്തിൻ്റെയും പ്രധാനപ്പെട്ട കൊളാബറേഷൻ പ്രൊജക്റ്റാണ്. ഇതിനുവേണ്ടിയുള്ള വലിയ സാമ്പത്തിക സംഭാവന ആ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കൊളാബറേഷൻ്റെ, ആ ഒരു സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ വലിയ മൊണൂമെൻ്റ് നമ്മൾ ഈ അസ്വാൻ ഹൈ ഡാമിലേക്ക് കടക്കുന്ന അവിടെ തന്നെ കാണാം. ആ ഭീമാകാര രൂപത്തിലുള്ള ഈ സ്തൂപത്തിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഇവിടെ കാണാം ജമാൽ അബ്ദുൽ നാസറിൻ്റെയും അന്നത്തെ സോവിയറ്റ് ലീഡറുടെയും വാചകങ്ങൾ ഒക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ഒരു സൗഹൃദത്തെയാണ് അതിൽ ഊന്നി പറയുന്നത്. അപ്പോൾ ഈ അസ്വാൻ ഹൈ ഡാം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമാണ്, ഏറ്റവും വലിയ ജലസംഭരണിയാണ്. ഈ ഡാം ഞങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ ഒരു അനുഭവം, ഈ ഒരു സൗഹൃദത്തിൻ്റെ, USSRും ഈജിപ്തൊക്കെ അന്നുണ്ടായിരുന്ന ഈ ഒരു കൊളാബറേറ്റീവ് മുന്നേറ്റത്തിൻ്റെ ഒരു അനുഭവത്തെ പ്രിയപ്പെട്ട GP പങ്കുവയ്ക്കുന്നു. അസ്വാൻ ഹൈ ഡാം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഇത്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ നദിയും നമുക്കറിയാവുന്നതുപോലെ 7000-ത്തോളം കിലോമീറ്റർ ദൂരത്തിൽ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച നൈൽ നദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഡാമുമാണ് അസ്വാൻ ഹൈ ഡാം എന്ന ഈ അണക്കെട്ട്. നൈൽ നദിയുടെ കരകളിലാണ് ലോക സംസ്കാരവും മാനവികതയുടെ ആധുനിക സംസ്കാരവും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിലാണ് നമുക്കറിയാവുന്നതുപോലെ ദേശരാഷ്ട്രങ്ങൾ കൊളോണിയലിസത്തിൻ്റെയും അതുപോലെ തന്നെ പ്രാചീനമായ സാഹചര്യങ്ങളുടെ നിന്ന് മാറിയിട്ടുള്ള ആധുനിക രാഷ്ട്രങ്ങൾ രൂപപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആധുനിക ഈജിപ്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയപ്പെടുന്ന ജമാൽ അബ്ദുൽ നാസർ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ലോകത്ത് ഏറ്റവും ശക്തമായി നിന്നിരുന്ന യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന USSR എന്ന ഇന്ന് ഇല്ലാതായി കഴിഞ്ഞ രാഷ്ട്രം ലോകത്ത് മുഴുവനും, നമുക്കറിയാം ഇന്ത്യയിലും ധാരാളമായ സംഭാവനകൾ എല്ലാ മേഖലകളിലും അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പരിപൂർണ ഫണ്ടിങ്ങോടുകൂടിയാണ് ഈ ഒരു ഡാം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 200ഓളം കിലോമീറ്റർ അതിൻ്റെ ജലസംഭരണിയും 7-8 കിലോമീറ്റർ നീളത്തിലുള്ള അതിൻ്റെ കെട്ടുകളും എല്ലാം ഉള്ള ഇവിടെ ജലസേചനത്തിനും അതുപോലെ തന്നെ വിദ്യുച്ഛക്തി ഉൽപ്പാദനത്തിനും ഉപയോഗിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടന വേളയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു സ്ട്രക്ചറാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആ സ്തൂപം ഈജിപ്തിലെ എല്ലാം നമുക്ക് കാണാവുന്നത് പോലെ ഇവിടുത്തെ പിരമിഡുകൾ പോലെയും ക്ഷേത്രങ്ങൾ പോലെയും ഒക്കെയുള്ള വളരെ വലിയ ഇതാണ്. അപ്പോൾ എല്ലാം വലിയതായി ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയും നമുക്കിതിൽ കാണാം. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഐക്യം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം, അത് പ്രധാനമാണ്. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും രാഷ്ട്രങ്ങൾക്കതീതമായി ഉള്ള ആധുനിക ലോകത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വിദ്യുച്ഛക്തിയുടെയും അതുപോലെ ജലസേചനത്തിൻ്റെയും വെള്ളപ്പൊക്കത്തെ ഇല്ലാതാക്കുന്നതിൻ്റെയും എല്ലാം പ്രാധാന്യം അണക്കെട്ടുകൾക്കുണ്ട് എന്ന് നമുക്കറിയാം. അത് വർഷങ്ങളായി നിൽക്കുന്ന ഈ അണക്കെട്ടിലും അതുപോലെ തന്നെ അതിൻ്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് സോവിയറ്റ് യൂണിയൻ എന്ന രാഷ്ട്രത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യവും ഐക്യദാർഢ്യവും ഒക്കെ ആധുനിക ഈജിപ്തിനോടും ഉള്ള ഐക്യദാർഢ്യം നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്നു എന്നതും സന്തോഷമാണ്. അലക്സാണ്ട്രിയയിലെ കാറ്റക്കോംസ് ഓഫ് കോമൽ ഷുഖാഫ എന്ന ഒരു കോട്ടയ്ക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ശവക്കോട്ട എന്ന് പണ്ട് പറയാറില്ലേ, അതുതന്നെയാണിത്. ഇത് ഒരു പൗരാണികമായ ഒരു ശവകുടീരങ്ങളുടെ ഒരു സമുച്ചയമാണ്. നമ്മുടെ പിറകിൽ കാണുന്നത് പോലെ ഇപ്പോഴത്തെയും ആധുനിക സെമിത്തേരികളിൽ കാണാറുള്ളത് പോലെ നിരനിരയായ അല്ലെങ്കിൽ പടിപടിയായിട്ടുള്ള ആയിരക്കണക്കിന് ശവക്കല്ലറകളാണ് ഇവിടെ ഉള്ളത്. ഇത് ഫറോവ കാലഘട്ടത്തിന് ശേഷം അലക്സാണ്ട്രിയയുടെ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഈ ഈജിപ്തും അതുപോലെ തന്നെ അലക്സാണ്ട്രിയ പ്രദേശവും വന്ന ആ സമയത്താണ് ഈ കല്ലറകൾ ഭൂമിക്കടിയിൽ, ഇവിടെ സമുദ്രമാണ് അടുത്തുള്ളത്, ഭൂമിക്കടിയിൽ ഇവർ സ്ഥാപിച്ചിട്ടുള്ളത് വർഷങ്ങൾ കൊണ്ട്. AD 2-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ്. പിന്നീട് 1900-ത്തിലാണ് ഇത് കണ്ടെത്തുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെ പലതരത്തിലുള്ള അസംഷൻസും അതുപോലെ തന്നെ ഇപ്പോഴും ഇതിൻ്റെ ഖനനം പൂർത്തിയായിട്ടില്ല. ഇവിടെ രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും മാത്രമല്ല ഭടന്മാരുടെയും കുതിരകളുടെ വരെ ശവകുടീരങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഫറവോകളുടെ
ശവം സംസ്കരിക്കുന്നതിൻ്റെ ചില രൂപങ്ങൾ, ചില രീതികൾ ഇവരും പിന്തുടരുന്നുണ്ട്. അതോടൊപ്പം റോമ സാമ്രാജ്യത്വത്തിൻ്റെ രീതികളും അതിൻ്റെ എല്ലാം തന്നെ ഒരു സംലയനമാണ് ഈ അലക്സാണ്ട്രിയയിലെ ഈ ടോംബിലുള്ളത്. ഇത് പിന്നീട് മധ്യകാലഘട്ടത്തിലെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വലിയ ഒരു ശവങ്ങളുടെ അല്ലെങ്കിൽ കുടീരങ്ങളുടെ ഒരു മഹാസാമ്രാജ്യം തന്നെ ഭൂമിക്കടിയിൽ കണ്ടു എന്നുള്ളത് മധ്യകാലഘട്ടത്തിലെ ഒരു ലോകാത്ഭുതമായി തന്നെ ആളുകൾ പിന്നീട് നിരീക്ഷിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ അസ്വാനിലുള്ള നൂബിയൻ ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത 30,000-ഓളം വർഷം പഴക്കം ചെന്ന മനുഷ്യ സംസ്കൃതിയുടെ അടയാളങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മനുഷ്യ സംസ്കൃതി ഇപ്പോഴും ഏറെക്കുറെ പിന്തുടരുന്ന ഒരു ജനവിഭാഗമാണ് നൂബിയൻ ഗോത്രവാസികൾ. ഇവർ ഫറോവ കാലഘട്ടത്തിന് മുൻപേ, ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറോവ കാലഘട്ടത്തിന് എത്രയോ മുൻപേ ഉള്ളവരാണ്. അവരുടെ പ്രത്യേക കളറിംഗ് പാറ്റേണുകൾ, പ്രത്യേക ചിത്രകലകൾ, അതുപോലെ തന്നെ പാട്ടുകൾ, ഭാഷയും വേറെയാണ്. അവരുടെ ഭാഷയ്ക്ക് ലിപികളൊന്നുമില്ല, അതുകൊണ്ട് ഓറൽ ട്രഡീഷൻ മാത്രമാണുള്ളത്. പിന്നീട് ഫറോവ കാലഘട്ടത്തിൽ ഇവർ അടിമകളായും അതുപോലെ തന്നെ അവരുടെ സേവകരായും ജോലി ചെയ്തിട്ട് തുടർന്നും അവർക്കതുകൊണ്ട് മുഴുവൻ പരിഷ്കാരവുമായിട്ട് അവർ അസിമിലേറ്റ് ആയിട്ടില്ല. എങ്കിലും അവർ പുതിയ കാലഘട്ടത്തിലും ജീവിക്കുന്നു. അവരുടെ സംസ്കാരങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് നമുക്കിവിടുന്ന് അസ്വാൻ നഗരത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷന് മുൻപിലുള്ള ബോട്ട് ജെട്ടിയിൽ നിന്ന് സാധാരണ ബോട്ടുകൾ അവിടെ നിന്ന് സർവീസ് ചെയ്യുന്നുണ്ട്. 10 പൗണ്ട് കൊടുത്താൽ മതി. അതിൽ അവിടെ ജോലി ചെയ്യുന്നവരും അതുപോലൊക്കെ തന്നെ നൂബിയൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടെ നിന്ന് ഇവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ അവരുടെ ഗസ്റ്റ് ഹൗസുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേ ഇതെല്ലാം ഉണ്ട്. സാധാരണ രീതിയിൽ നമ്മളുടെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ, ഈജിപ്തിലെ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ വരുന്നതോടൊപ്പം തന്നെ ഈ നൂബിയൻ സംസ്കൃതി, കാരണം മനുഷ്യരുടെ രേഖപ്പെടുത്തപ്പെട്ട ഏകദേശം 10,000 വർഷത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴയ ഒരു ജീവിത സംസ്കാരമാണ് നൂബിയൻസിൻ്റെ. അവിടെ എത്താൻ കഴിഞ്ഞത് വളരെ സവിശേഷമായ ഒരു അനുഭവമായിരുന്നു. ഈജിപ്തിലെ അസ്വാനിലുള്ള നൂബിയൻ ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത 30,000-ഓളം വർഷം പഴക്കം ചെന്ന മനുഷ്യ സംസ്കൃതിയുടെ അടയാളങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മനുഷ്യ സംസ്കൃതി ഇപ്പോഴും ഏറെക്കുറെ പിന്തുടരുന്ന ഒരു ജനവിഭാഗമാണ് നൂബിയൻ ഗോത്രവാസികൾ. ഇവർ ഫറോവ കാലഘട്ടത്തിന് മുൻപേ, ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറോവ കാലഘട്ടത്തിന് എത്രയോ മുൻപേ ഉള്ളവരാണ്. അവരുടെ പ്രത്യേക കളറിംഗ് പാറ്റേണുകൾ, പ്രത്യേക ചിത്രകലകൾ, അതുപോലെ തന്നെ പാട്ടുകൾ, ഭാഷയും വേറെയാണ്. അവരുടെ ഭാഷയ്ക്ക് ലിപികളൊന്നുമില്ല, അതുകൊണ്ട് ഓറൽ ട്രഡീഷൻ മാത്രമാണുള്ളത്. പിന്നീട് ഫറോവ കാലഘട്ടത്തിൽ ഇവർ അടിമകളായും അതുപോലെ തന്നെ അവരുടെ സേവകരായും ജോലി ചെയ്തിട്ട് തുടർന്നും അവർക്കതുകൊണ്ട് മുഴുവൻ പരിഷ്കാരവുമായിട്ട് അവർ അസിമിലേറ്റ് ആയിട്ടില്ല. എങ്കിലും അവർ പുതിയ കാലഘട്ടത്തിലും ജീവിക്കുന്നു. അവരുടെ സംസ്കാരങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് നമുക്കിവിടുന്ന് അസ്വാൻ നഗരത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷന് മുൻപിലുള്ള ബോട്ട് ജെട്ടിയിൽ നിന്ന് സാധാരണ ബോട്ടുകൾ അവിടെ നിന്ന് സർവീസ് ചെയ്യുന്നുണ്ട്. 10 പൗണ്ട് കൊടുത്താൽ മതി. അതിൽ അവിടെ ജോലി ചെയ്യുന്നവരും അതുപോലൊക്കെ തന്നെ നൂബിയൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടെ നിന്ന് ഇവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ അവരുടെ ഗസ്റ്റ് ഹൗസുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേ ഇതെല്ലാം ഉണ്ട്. സാധാരണ രീതിയിൽ നമ്മളുടെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ, ഈജിപ്തിലെ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ വരുന്നതോടൊപ്പം തന്നെ ഈ നൂബിയൻ സംസ്കൃതി, കാരണം മനുഷ്യരുടെ രേഖപ്പെടുത്തപ്പെട്ട ഏകദേശം 10,000 വർഷത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴയ ഒരു ജീവിത സംസ്കാരമാണ് നൂബിയൻസിൻ്റെ. അവിടെ എത്താൻ കഴിഞ്ഞത് വളരെ സവിശേഷമായ ഒരു അനുഭവമായിരുന്നു. ലോക മഹാത്ഭുതങ്ങളിൽ ഒരുപക്ഷെ പെടുത്താവുന്ന പിരമിഡ് പോലെ വളരെ ഗംഭീരമായൊരു സ്ട്രക്ചറാണ് ലെക്സറിലെ വാലി ഓഫ് കിങ് എന്ന് പറയുന്ന രാജാക്കന്മാരുടെ താഴ്വര. ഇവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ഫറോമാരുടെ എല്ലാ റംസീസുമാരുടെ, തൂത്തുൻഖാമുൻ്റെ ബോഡിയൊക്കെ കണ്ടെടുത്തിട്ടുള്ളത്. മലയിൽ തുരന്ന് 300 മീറ്റർ യാത്ര ചെയ്ത് അവിടെ ആർട്ട് വർക്കുകൾ കണ്ട്, ഈ നിർമ്മിതിയുടെ അതിശയങ്ങൾ കണ്ട് ഞങ്ങൾ വരികയാണ്. ഒരനുഭവം എൻ്റെ കൂടെ ഈജിപ്ത് കാണാൻ വന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തനവുമായ GP രാമചന്ദ്രൻ പങ്കുവയ്ക്കുന്നു. ഇപ്പം നമ്മൾ വാലി ഓഫ് കിങ്സ് എന്ന പ്രസിദ്ധമായ ലെക്സറിലെ പഴയ പ്രാചീനമായ ആർക്കിയോളജിക്കൽ സൈറ്റിലാണുള്ളത്. ഇവിടെ എത്തുമ്പോഴേക്കും ഫറോവമാർ നേരത്തെയുള്ള പിരമിഡ് രീതികളിൽ നിന്ന് മാറി അവരുടെ മമ്മികളും സൂക്ഷിക്കുന്നത് വലിയ മലകൾ തുരന്ന്, ഈ മലകളുടെ ഉള്ളിലേക്ക് ഏകദേശം
250 മീറ്ററും അതിലധികം ദൂരം ഉള്ളിലേക്ക് തുരന്ന് അതിനുള്ളിലാണ് ഇവരുടെ ശവകുടീരങ്ങൾ സ്ഥാപിക്കുന്നത്. ഈ പോകുന്ന ഇത് തുരന്നതെന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഗുഹകളല്ല, വളരെ ഒരു 2-3 ആളുകളുടെ അല്ലെങ്കിൽ 4 ആളുകളുടെ ഉയരത്തിലുള്ള വളരെ വലിയ വഴികൾ, അതും വളരെ ചതുരാകൃതിയിലുള്ളതാണ്. അതുപോലെ വൃത്താകൃതിയിലല്ല, ഈ ചതുരാകൃതിയിലുള്ള ഈ വഴികളിലെല്ലാം തന്നെ 2 ഭാഗത്തും മുകളിലും മുഴുവനും ചിത്രലിപികളിലും അതുപോലെ തന്നെ ചിത്രങ്ങൾ, നേരിട്ടുള്ള ഇമേജുകൾ പോലും വരച്ചും കൊത്തിയും ചായങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയും അവരുടെ രാജാക്കന്മാരുടെ കഥകൾ, അതുപോലെ അന്നത്തെ ജീവിതത്തിൻ്റെ പ്രകൃതിശാസ്ത്രം, അതുപോലെ തന്നെ അടിമത്തം, വർഗബന്ധങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇത് നിരന്തരമായ ഗവേഷണ പ്രക്രിയകൾ ഇപ്പോഴും നടന്നു വരികയാണ്. തീർച്ചയായും ഇത് മാത്രമല്ല, അന്നത്തെ ഇവിടെ തന്നെയുള്ള തൂത്തുങ്കാമൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ സൈറ്റിൽ നിരവധി മുഴുവനും സ്വർണം കൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ മമ്മി മൂടിയിരുന്നത്. അപ്പോൾ അതുതന്നെ ആ സ്വർണം പിന്നീട് അപഹരിക്കപ്പെടാതിരിക്കുകയും അടുത്ത കാലത്ത് 20-ാം നൂറ്റാണ്ടിലാണ് അത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അത് റെസ്റ്റോർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് വലിയ ലോകത്ത് തന്നെ ഒരു അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ ആവരണങ്ങളെല്ലാം തന്നെ വളരെ കേടുകൂടാതെ കൈറോയിലെ മ്യൂസിയത്തിലുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് പുറത്ത് ഇതിൻ്റെ പുറം ഭാഗങ്ങളിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ വലിയ ചൂടും അതുപോലെ തന്നെ സസ്യജാലങ്ങളോ മറ്റ് തണലോ ഒന്നുമില്ല. വലിയ പിന്നെ ഒരു തരം ചാരനിറത്തിലുള്ള ഒരു ചുവന്ന ചാരനിറത്തിലുള്ള വലിയ മലകളാണ്. ആ മലകളുടെ ഇടയിലൂടെ വന്ന് അതിൽ നിന്നാണിത്. അന്ന് ഒരു മനുഷ്യർക്കോ അല്ലെങ്കിൽ ഒരു ജീവികൾക്കും നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ചൂടാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവർ സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റൊരു ലോകം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു മരണാനന്തര നഗരവും അതുപോലെ തന്നെ അവരുടെ ജീവിതകാലത്തെ ചിത്രീകരിച്ച് അത് അവർ എന്തിനാണ് പലതും മൂടി വെച്ചതാണ്. പക്ഷേ എങ്കിലും നമ്മളുടെ പുതിയ ഭാഷയിൽ പറഞ്ഞ ഒരു ക്ലോസ് ടു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി പോലെ അവർ അതിൻ്റെ ഉള്ളിൽ എല്ലാം അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ ആശയങ്ങൾ, ആത്മകഥകൾ, കവിതകൾ പോലെ അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, 3000-4000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന മാനവികതയുടെ അപാരതയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ മനുഷ്യൻ എന്ന ആത്യന്തികമായ യാഥാർത്ഥ്യത്തിൻ്റെ വിസ്മയകരമായ ഒരു അവസ്ഥയെക്കുറിച്ചും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ലോക മഹാത്ഭുതങ്ങളിൽ ഒരുപക്ഷെ പെടുത്താവുന്ന പിരമിഡ് പോലെ വളരെ ഗംഭീരമായൊരു സ്ട്രക്ചറാണ് ലക്സറിലെ വാലി ഓഫ് കിങ് എന്ന് പറയുന്ന രാജാക്കന്മാരുടെ താഴ്വര. ഇവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ഫറോമാരുടെ എല്ലാ റംസീസുമാരുടെ, തൂത്തുങ്കാമിൻ്റെ ബോഡിയൊക്കെ കണ്ടെടുത്തിട്ടുള്ളത്. മലയിൽ തുരന്ന് 300 മീറ്റർ യാത്ര ചെയ്ത് അവിടെ ആർട്ട് വർക്കുകൾ കണ്ട് ഈ നിർമ്മിതിയുടെ അതിശയങ്ങൾ കണ്ട് ഞങ്ങൾ വരികയാണ്. ഒരനുഭവം എൻ്റെ കൂടെ ഈജിപ്ത് കാണാൻ വന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തനവുമായ GP രാമചന്ദ്രൻ പങ്കുവയ്ക്കുന്നു. ഇപ്പം നമ്മൾ വാലി ഓഫ് കിങ്സ് എന്ന പ്രസിദ്ധമായ ലക്സറിലെ പഴയ പ്രാചീനമായ ആർക്കിയോളജിക്കൽ സൈറ്റിലാണുള്ളത്. ഇവിടെ എത്തുമ്പോഴേക്കും ഫറോമാർ നേരത്തെയുള്ള പിരമിഡ് രീതികളിൽ നിന്ന് മാറി അവരുടെ മമ്മികളും സൂക്ഷിക്കുന്നത് വലിയ മലകൾ തുരന്ന്, ഈ മലകളുടെ ഉള്ളിലേക്ക് ഏകദേശം 250 മീറ്ററും അതിലധികം ദൂരം ഉള്ളിലേക്ക് തുരന്ന് അതിനുള്ളിലാണ് ഇവരുടെ ശവകുടീരങ്ങൾ സ്ഥാപിക്കുന്നത്. ഈ പോകുന്ന ഇത് തുരന്നതെന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഗുഹകളല്ല, വളരെ ഒരു 2-3 ആളുകളുടെ അല്ലെങ്കിൽ 4 ആളുകളുടെ ഉയരത്തിലുള്ള വളരെ വലിയ വഴികൾ, അതും വളരെ ചതുരാകൃതിയിലുള്ളതാണ്. അതുപോലെ വൃത്താകൃതിയിലല്ല, ഈ ചതുരാകൃതിയിലുള്ള ഈ വഴികളിലെല്ലാം തന്നെ 2 ഭാഗത്തും മുകളിലും മുഴുവനും ചിത്രലിപികളിലും അതുപോലെ തന്നെ ചിത്രങ്ങൾ, നേരിട്ടുള്ള ഇമേജുകൾ പോലും വരച്ചും കൊത്തിയും ചായങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയും അവരുടെ രാജാക്കന്മാരുടെ കഥകൾ, അതുപോലെ അന്നത്തെ ജീവിതത്തിൻ്റെ പ്രകൃതിശാസ്ത്രം, അതുപോലെ തന്നെ അടിമത്തം, വർഗബന്ധങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇത് നിരന്തരമായ ഗവേഷണ പ്രക്രിയകൾ ഇപ്പോഴും നടന്നു വരികയാണ്. തീർച്ചയായും ഇത് മാത്രമല്ല, അന്നത്തെ ഇവിടെ തന്നെയുള്ള തൂത്തുങ്കാമൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ സൈറ്റിൽ നിരവധി മുഴുവനും സ്വർണം കൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ മമ്മി മൂടിയിരുന്നത്. അപ്പോൾ അതുതന്നെ ആ സ്വർണം പിന്നീട് അപഹരിക്കപ്പെടാതിരിക്കുകയും അടുത്ത കാലത്ത് 20-ാം നൂറ്റാണ്ടിലാണ് അത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അത് റെസ്റ്റോർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് വലിയ ലോകത്ത് തന്നെ ഒരു അത്ഭുതമാണ്.
അദ്ദേഹത്തിൻ്റെ ആവരണങ്ങളെല്ലാം തന്നെ വളരെ കേടുകൂടാതെ കൈറോയിലെ മ്യൂസിയത്തിലുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് പുറത്ത് ഇതിൻ്റെ പുറം ഭാഗങ്ങളിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ വലിയ ചൂടും അതുപോലെ തന്നെ സസ്യജാലങ്ങളോ മറ്റ് തണലോ ഒന്നുമില്ല. വലിയ പിന്നെ ഒരു തരം ചാരനിറത്തിലുള്ള ഒരു ചുവന്ന ചാരനിറത്തിലുള്ള വലിയ മലകളാണ്. ആ മലകളുടെ ഇടയിലൂടെ വന്ന് അതിൽ നിന്നാണിത്. അന്ന് ഒരു മനുഷ്യർക്കോ അല്ലെങ്കിൽ ഒരു ജീവികൾക്കും നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ചൂടാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവർ സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റൊരു ലോകം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു മരണാനന്തര നഗരവും അതുപോലെ തന്നെ അവരുടെ ജീവിതകാലത്തെ ചിത്രീകരിച്ച് അത് അവർ എന്തിനാണ് പലതും മൂടി വെച്ചതാണ്. പക്ഷേ എങ്കിലും നമ്മളുടെ പുതിയ ഭാഷയിൽ പറഞ്ഞ ഒരു ക്ലോസ്ഡ് ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി പോലെ അവർ അതിൻ്റെ ഉള്ളിൽ എല്ലാം അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ ആശയങ്ങൾ, ആത്മകഥങ്ങൾ, കവിതകൾ പോലെ അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം 3000-4000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന മാനവികതയുടെ അപാരതയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ മനുഷ്യൻ എന്ന ആത്യന്തികമായ യാഥാർത്ഥ്യത്തിൻ്റെ വിസ്മയകരമായ ഒരു അവസ്ഥയെക്കുറിച്ചും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആധുനിക ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളിലൊന്നാണ് അസ്വാൻ ഹൈ ഡാം. ഒരുപക്ഷെ ജമാൽ അബ്ദുൽ നാസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന. അതിനപ്പുറം സോവിയറ്റ് യൂണിയൻ്റെയും ഈജിപ്തിൻ്റെയും പ്രധാനപ്പെട്ട കൊളാബറേഷൻ പ്രൊജക്റ്റാണ്. ഇതിനുവേണ്ടിയുള്ള വലിയ സാമ്പത്തിക സംഭാവന ആ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കൊളാബറേഷൻ്റെ, ആ ഒരു സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ വലിയ മൊണൂമെൻ്റ് നമ്മൾ ഈ അസ്വാൻ ഹൈഡാമിലേക്ക് കടക്കുന്ന അവിടെ തന്നെ കാണാം. ആ ഭീമാകാര രൂപത്തിലുള്ള ഈ സ്തൂപത്തിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഇവിടെ കാണാം ജമാൽ അബ്ദുൽ നാസറിൻ്റെയും അന്നത്തെ സോവിയറ്റ് ലീഡറുടെയും വാചകങ്ങൾ ഒക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ഒരു സൗഹൃദത്തെയാണ് അതിൽ ഊന്നിപ്പറയുന്നത്. അപ്പോൾ ഈ അസ്വാൻ ഹൈ ഡാം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമാണ്, ഏറ്റവും വലിയ ജലസംഭരണിയാണ്. ഈ ഡാം ഞങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ ഒരു അനുഭവം, ഈ ഒരു സൗഹൃദത്തിൻ്റെ, USSRും ഈജിപ്തൊക്കെ അന്നുണ്ടായിരുന്ന ഈ ഒരു കൊളാബറേറ്റീവ് മുന്നേറ്റത്തിൻ്റെ ഒരു അനുഭവത്തെ പ്രിയപ്പെട്ട GP പങ്കുവയ്ക്കുന്നു. അസ്വാൻ ഹൈ ഡാം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഇത്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ നദിയും നമുക്കറിയാവുന്നതുപോലെ 7000-ത്തോളം കിലോമീറ്റർ ദൂരത്തിൽ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച നൈൽ നദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഡാമുമാണ് അസ്വാൻ ഹൈ ഡാം എന്ന ഈ അണക്കെട്ട്. നൈൽ നദിയുടെ കരകളിലാണ് ലോക സംസ്കാരവും മാനവികതയുടെ ആധുനിക സംസ്കാരവും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിലാണ് നമുക്കറിയാവുന്നതുപോലെ ദേശരാഷ്ട്രങ്ങൾ കൊളോണിയലിസത്തിൻ്റെയും അതുപോലെ തന്നെ പ്രാചീനമായ സാഹചര്യങ്ങളുടെ നിന്ന് മാറിയിട്ടുള്ള ആധുനിക രാഷ്ട്രങ്ങൾ രൂപപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആധുനിക ഈജിപ്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയപ്പെടുന്ന ജമാൽ അബ്ദുൽ നാസർ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ലോകത്ത് ഏറ്റവും ശക്തമായി നിന്നിരുന്ന യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന USSR എന്ന ഇന്ന് ഇല്ലാതായി കഴിഞ്ഞ രാഷ്ട്രം ലോകത്ത് മുഴുവനും നമുക്കറിയാം, ഇന്ത്യയിലും ധാരാളമായ സംഭാവനകൾ എല്ലാ മേഖലകളിലും അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പരിപൂർണ ഫണ്ടിങ്ങോടുകൂടിയാണ് ഈ ഒരു ഡാം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 200ഓളം കിലോമീറ്റർ അതിൻ്റെ ജലസംഭരണിയും 7-8 കിലോമീറ്റർ നീളത്തിലുള്ള അതിൻ്റെ കെട്ടുകളും എല്ലാം ഉള്ള ഇവിടെ ജലസേചനത്തിനും അതുപോലെ തന്നെ വിദ്യുച്ഛക്തി ഉൽപ്പാദനത്തിനും ഉപയോഗിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടന വേളയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു സ്ട്രക്ചറാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആ സ്തൂപം ഈജിപ്തിലെ എല്ലാം നമുക്ക് കാണാവുന്നതുപോലെ ഇവിടുത്തെ പിരമിഡുകൾ പോലെയും ക്ഷേത്രങ്ങൾ പോലെയും ഒക്കെയുള്ള വളരെ വലിയ ഇതാണ്. അപ്പോൾ എല്ലാം വലിയതായി ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയും നമുക്കിതിൽ കാണാം. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഐക്യം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം അത് പ്രധാനമാണ്. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും രാഷ്ട്രങ്ങൾക്ക് അതീതമായി ഉള്ള ആധുനിക ലോകത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വിദ്യുച്ഛക്തിയുടെയും അതുപോലെ ജലസേചനത്തിൻ്റെയും വെള്ളപ്പൊക്കത്തെ ഇല്ലാതാക്കുന്നതിൻ്റെയും എല്ലാം പ്രാധാന്യം അണക്കെട്ടുകൾക്കുണ്ട് എന്ന് നമുക്കറിയാം. അത് വർഷങ്ങളായി നിൽക്കുന്ന ഈ അണക്കെട്ടിലും അതുപോലെ തന്നെ അതിൻ്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് സോവിയറ്റ് യൂണിയൻ എന്ന രാഷ്ട്രത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യവും ഐക്യദാർഢ്യവും ഒക്കെ ആധുനിക ഈജിപ്തിനോടും ഉള്ള ഐക്യദാർഢ്യം നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്നു എന്നതും സന്തോഷമാണ്. അലക്സാണ്ട്രിയയിലെ കാറ്റക്കോംസ് ഓഫ് കോമൽ ഷുഖാഫ എന്ന ഒരു
കോട്ടയ്ക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ശവക്കോട്ട എന്ന് പണ്ട് പറയാറില്ലേ, അതുതന്നെയാണിത്. ഇത് ഒരു പൗരാണികമായ ഒരു ശവകുടീരങ്ങളുടെ ഒരു സമുച്ചയമാണ്. നമ്മുടെ പിറകിൽ കാണുന്നത് പോലെ, ഇപ്പോഴത്തെയും ആധുനിക സെമിത്തേരികളിൽ കാണാറുള്ളത് പോലെ നിരനിരയായ അല്ലെങ്കിൽ പടിപടിയായിട്ടുള്ള ആയിരക്കണക്കിന് ശവക്കല്ലറകളാണ് ഇവിടെ ഉള്ളത്. ഇത് ഫറോവ കാലഘട്ടത്തിന് ശേഷം റോമാ സാമ്രാജ്യം, അലക്സാണ്ട്രിയയുടെ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഈ ഈജിപ്തും അതുപോലെ തന്നെ അലക്സാണ്ട്രിയ പ്രദേശവും വന്ന സമയത്ത്, ആ സമയത്താണ് ഈ കല്ലറകൾ ഭൂമിക്കടിയിൽ, ഇവിടെ സമുദ്രമാണ് അടുത്തുള്ളത്, ഭൂമിക്കടിയിൽ ഇവർ സ്ഥാപിച്ചിട്ടുള്ളത് വർഷങ്ങൾ കൊണ്ട്. AD 2-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ്. പിന്നീട് 1900-ത്തിലാണ് ഇത് കണ്ടെത്തുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെ പലതരത്തിലുള്ള അസംഷൻസും അതുപോലെ തന്നെ ഇപ്പോഴും ഇതിൻ്റെ ഖനനം പൂർത്തിയായിട്ടില്ല. ഇവിടെ രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും മാത്രമല്ല, ഭടന്മാരുടെയും കുതിരകളുടെ വരെ ശവകുടീരങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഫറവോകളുടെ ശവം സംസ്കരിക്കുന്നതിൻ്റെ ചില രൂപങ്ങൾ, ചില രീതികൾ ഇവരും പിന്തുടരുന്നുണ്ട്. അതോടൊപ്പം റോമാ സാമ്രാജ്യത്വത്തിൻ്റെ രീതികളും, അതിൻ്റെ എല്ലാം തന്നെ ഒരു സംലയനമാണ് ഈ അലക്സാണ്ട്രിയയിലെ ഈ ടോംബിലുള്ളത്. ഇത് പിന്നീട് മധ്യകാലഘട്ടത്തിലെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വലിയ ഒരു ശവങ്ങളുടെ അല്ലെങ്കിൽ കുടീരങ്ങളുടെ ഒരു മഹാസാമ്രാജ്യം തന്നെ ഭൂമിക്കടിയിൽ കണ്ടു എന്നുള്ളത് മധ്യകാലഘട്ടത്തിലെ ഒരു ലോകാത്ഭുതമായി തന്നെ ആളുകൾ പിന്നീട് നിരീക്ഷിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സിവ എന്ന മരുപ്പച്ചയിലാണുള്ളത്. ഏകദേശം 300 കിലോമീറ്ററോളം ക്ലിയോപാട്രയുടെ ബീച്ചിൽ നിലനിൽക്കുന്ന സിറ്റിയിൽ നിന്ന് 300 കിലോമീറ്ററോളം മരുഭൂമിയിലൂടെ യാത്ര ചെയ്താണ് ഇവിടെ എത്തുന്നത്. ഇത്രയും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നഗരം ഇവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നേയില്ല. മാത്രമല്ല, മരുപ്പച്ച എന്ന് പറയുമ്പോൾ നമ്മളുടെ സങ്കല്പത്തിലുള്ളത് നിറയെ മരുഭൂമിയിലുള്ളിടത്ത് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഈന്തപ്പനകളോ അത് മാത്രമാണ്. എന്നാൽ ഇത് ഇവിടെ ഒരു ഏകദേശം വലിയ ഒരു നഗരമാണ്. ഇവിടെ വലിയ 2 തടാകങ്ങളും അതൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിവ എന്ന് പറയുന്ന നഗരത്തിന്റെ നടുക്കിലുള്ള ഒരു കോട്ടയിലാണ്. ഈ കോട്ട മണ്ണും കല്ലും അതുപോലെ തന്നെ ചെറിയ മരത്തടികൾ ഉപയോഗിച്ച് 12-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. അന്ന് ലിബിയയിലൊക്കെ ഉള്ള മരുഭൂമിയിലെ പ്രത്യേക ബതുക്കളായ ബാർബർമാർ എന്ന് പറയുന്ന വിഭാഗം അവരിവിടെയാണ് താമസിച്ചിരുന്നത്. ഏകദേശം 8 നൂറ്റാണ്ടോളം, 12-ാം നൂറ്റാണ്ട് മുതൽ 8 നൂറ്റാണ്ടോളം ഇവിടെ താമസിച്ച്, ഇവിടെ പള്ളിയും അതുപോലെ തന്നെ വീടുകളുമുണ്ട്. സാധാരണക്കാരാണ് താമസിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷേ 1926 ഇവിടെ 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കനത്ത മഴ അപ്രതീക്ഷിതമായി പെയ്യുകയും അതോടുകൂടി ഈ കോട്ട എല്ലാവരും തന്നെ ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോവുകയും ഇതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള നിരന്ന പ്രദേശങ്ങളിലേക്ക് അവർ മാറുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കോട്ടയാണ്. ഇതിൽ പള്ളി മാത്രം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ കാണുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് വളരെ വിസ്മയകരവും അതുപോലെ തന്നെ വളരെ കൗതുകവുമുള്ള ഒരു കാഴ്ച തന്നെയാണ്. സിവ മരുപ്പച്ചയിൽ ഉപ്പിൻ്റെ വലിയ തടാകങ്ങളുണ്ട്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട 2-3 വലിയ തടാകങ്ങളുടെ ഏരിയകളിൽ തന്നെ ഉപ്പ് ഖനനം ചെയ്യുന്ന വലിയ വ്യാവസായികമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഉപ്പ് തടാകങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ തടാകങ്ങൾ ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിക്കുന്നു. അവിടെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ മുകൾ തലത്തിൽ തന്നെ, ഉപരിതലത്തിൽ കിടക്കാൻ കഴിയും. പ്രത്യേകിച്ച് ചാവുകടലിനെ കുറിച്ചുള്ള വലിയ ഒരു കാര്യം അതാണല്ലോ നമ്മൾ കാണുന്നത്. ചാവുകടലിൽ നമുക്ക് താഴാതെ നീന്തലോ ഒന്നുമില്ലാതെ നമുക്ക് അവിടെ മുകളിൽ തന്നെ കടക്കാൻ കഴിയും എന്നുള്ളതാണ്. ഞാനത് അനുഭവിക്കുകയുണ്ടായി. കൈറോയിൽ നിന്ന് ഏകദേശം 700 കിലോമീറ്റർ ദൂരത്തിൽ, അതിൽ 300 കിലോമീറ്ററോളം നമ്മൾ മരുഭൂമി താണ്ടിയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ മരുപ്പച്ചയുടെ ഒരു അനുഭവം പ്രത്യേകിച്ചും നമ്മളുടെ ലോക ജീവിതത്തിൽ തന്നെ ഉള്ള അസുലഭമായ, അതുപോലെ തന്നെ വളരെ വിചിത്രവും വളരെ കൗതുകകരവും അതുപോലെ തന്നെ വളരെ അസാധാരണവുമായ ഒരു അനുഭവമാണ് ഇവിടെ വന്നാൽ നമുക്ക് ലഭ്യമാകുന്നത്. സിവ മരുപ്പച്ചയിലുള്ള ക്ലിയോപാട്ര സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു കിണറിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. ഈ കിണറിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ക്ലിയോപാട്ര കുളിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ ശുദ്ധജലമാണ്. ഈ ശുദ്ധജലത്തിൻ്റെ ഉറവ് വരുന്നത് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതായത് സ്പ്രിംഗ്, അതാണ് ആ ഉറവ് വരുന്നത് കാണാൻ കഴിയും. ഞങ്ങളെത്തിയപ്പോൾ കുറച്ച് കുട്ടികൾ ഇവിടെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള 10-30 കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ചുറ്റും നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ മനുഷ്യച്ചങ്ങല പോലെ ഈ
സ്പ്രിങ് കിണറിൻ്റെ ചുറ്റും പിടിച്ചു നിൽക്കുന്നത്, ഞങ്ങൾ അവരോട് കൈകോർത്തതും ഒക്കെ തന്നെ വളരെ സവിശേഷമായ അനുഭവമാണ്. ഇവിടെ ചായക്കടകളും അതുപോലെ തന്നെ കാപ്പിക്കടകളും എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായ രീതിയിൽ കെട്ടിയുണ്ടാക്കിയതും ഈ ഒരു മരുപ്പച്ചയുടെ ഫീല്, ആധുനികതയും പാരമ്പര്യവും തമ്മിലുള്ള ഒരു സമന്വയം ഇവിടെ കാണാൻ കഴിയും. ഈജിപ്തിലെ ഒരു മനുഷ്യനിർമ്മിത കനാലാണ് സൂയസ് കനാൽ. എല്ലാവർക്കും നമ്മളുടെ സ്കൂൾ പഠനത്തിലും അതുപോലെ തന്നെ കോളേജിലുമൊക്കെ തന്നെ നമുക്ക് പരിചയമുള്ള ഈ സൂയസ് കനാൽ ഇന്ന് സന്ദർശിക്കാൻ കഴിഞ്ഞു. ഇത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് റെഡ് സീയിലേക്കുള്ള ഒരു കൃത്രിമ കനാലാണ്. ഏകദേശം 190-ലധികം കിലോമീറ്റർ ദൈർഘ്യം വരുന്ന, കൊളോണിയൽ കാലത്ത് ഫ്രഞ്ചുകാരുടെ കാലത്താണിത് പൂർത്തിയാവുന്നത്. ഏകദേശം 10 വർഷത്തോളം എടുത്ത് അവർ പൂർത്തിയാക്കി. ഇതിലൂടെ ചരക്ക് ഗതാഗതം വളരെ സുഗമമാക്കി. മറ്റത് കിലോമീറ്ററുകൾ താണ്ടി ആഫ്രിക്കയെ മുഴുവനും വളഞ്ഞു ചുറ്റി പോയിരുന്ന ചരക്കുകൾ ഈ സൂയസ് കനാൽ വഴി ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഇടയിലൂടെ സഞ്ചരിക്കുന്നു, കൊണ്ടുപോകാൻ കഴിയുന്നു. ഇതിൻ്റെ നിർണായക പ്രാധാന്യം പല ഘട്ടത്തിലും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസർ ഇത് ദേശസാൽക്കരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സൂയസ് കനാലിൻ്റെ പ്രാധാന്യം കൂടി പരിഗണിച്ചുകൊണ്ട്, അതിൻ്റെ നിർണായകത്വം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഭജനം പോലും ബ്രിട്ടൻ നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇവിടെ പോർട്ട് സെയ്ദ് എന്ന നഗരത്തിൽ, ഒരു പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു നഗരമാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം. ആ പോർട്ട് സെയ്ദ് എന്ന നഗരത്തിൽ നിന്ന് ജങ്കാർ വഴി നമ്മളുടെ വാഹനവും അതുപോലെ തന്നെ നമുക്ക് നടന്നും അപ്പുറത്ത് കടന്നാൽ പോർട്ട് ഫൗദ് എന്ന് പറയുന്ന നഗരത്തിലാണ് എത്തുക. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ യാത്ര നടത്തിയിട്ടുള്ളവരാണ് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായ VK ജോസഫ് സാറും GP രാമചന്ദ്രനും. എൻ്റെ കൂടെ ഈജിപ്തിൽ വന്ന് ആദ്യം തന്നെ ഞങ്ങൾ പോയത് പിരമിഡിലേക്കാണ്. 4500 വർഷം മുമ്പുള്ള അതിശയങ്ങളുടെ നിർമ്മിതി, 23 ലക്ഷം കല്ലുകൊണ്ട് 20 വർഷത്തിലധികം എടുത്ത് നിർമ്മിച്ച ഈ പിരമിഡുകൾ ഞങ്ങൾ ചുറ്റിക്കണ്ടു. കുഫുവിൻ്റെ പിരമിഡും കാഫ്രയുടെ പിരമിഡും എല്ലാം വിശദമായിട്ട് ഞങ്ങൾ കാണുകയുണ്ടായി. ആ അനുഭവത്തെ ജോസഫ് സാറ് പറയുന്നത്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര പോയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു ഭൂമികയാണ് ഈജിപ്ത് എന്ന് എന്നെ തോന്നിപ്പിച്ചു എന്നതാണ്. കേവലം വായനയിലും കേൾവിയിലും ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻ അനുഭവത്തെ പാടെ മാറ്റിമറിക്കുന്ന ദൃശ്യാനുഭവങ്ങളാണ്, വൈകാരിക അനുഭവങ്ങളാണ് കൈറോവിലും ലക്സറിലും അസ്വാനിലും എല്ലാം തങ്ങൾക്ക് ലഭിച്ചതെന്ന് വളരെ വിസ്മയത്തോടു കൂടി അവർ പങ്കുവയ്ക്കുകയുണ്ടായി.